പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഈ ദിവസം ഏറ്റവും മനോഹരമായി തീരട്ടെ. പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വചനം പഠിക്കാം അല്ലേ. ഇന്നത്തെ വചനം വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ വചനമാണ്. നമ്മൾ 16, 17 വചനങ്ങളൊക്കെ കണ്ടു. നാം ദൈവത്തിൻ്റെ ആലയമാണ്. നമ്മുടെ ശരീരത്തെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണം. കാരണം പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയമാണ് നമ്മുടെ ശരീരം എന്നൊക്കെ നാം കണ്ടു. ഇന്ന് പഠിക്കുന്നത് വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ വചനം. The first letter of St. Paul to the Corinthians, chapter 3, verse 18. അതിങ്ങനെയാണ് പറയുന്നത്: ആരും ആത്മവഞ്ചന ചെയ്യാതിരിക്കട്ടെ. ആരും ആത്മവഞ്ചന ചെയ്യാതിരിക്കട്ടെ. ആരെങ്കിലും ഈ ലോകത്തിൽ ജ്ഞാനിയെന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥത്തിൽ ജ്ഞാനിയാകേണ്ടതിന് തന്നെ തന്നെ ഭോഷനാക്കട്ടെ. അതായത് യഥാർത്ഥത്തിൽ ജ്ഞാനിയാകേണ്ടതിന്. ജ്ഞാനം നമുക്കറിയാം ക്രിസ്തുവാണ്. യഥാർത്ഥ ജ്ഞാനം ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ നേടിയാൽ യഥാർത്ഥ ജ്ഞാനം നമുക്ക് ലഭിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ആരെങ്കിലും ഈ ലോകത്തിൽ ജ്ഞാനിയെന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥത്തിൽ ജ്ഞാനിയാകേണ്ടതിന് തന്നെ തന്നെ ഭോഷനാക്കട്ടെ. Do not deceive yourselves. If you think that you're wise in this age, you should become fools so that you may become wise. അതായത് യഥാർത്ഥ ജ്ഞാനം കർത്താവാണ്. ആ കർത്താവിനെ നേടുമ്പോൾ നമുക്ക് അറിയാം, ഈ ലോകം പറയും ഈ നൂറ്റാണ്ടിലൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുക അതൊക്കെ മഠയത്തരമല്ലേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെ അറിയുന്നവന്, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവന് അത് വലിയ നേട്ടമാണ്. ലോകം പറയും മണ്ടത്തരമെന്ന്. പക്ഷേ നാം ക്രിസ്തുവിനോട് കൂടിയായിരിക്കുമ്പോൾ, ദൈവത്തോടു കൂടിയായിരിക്കുമ്പോൾ നമുക്ക് യഥാർത്ഥ ജ്ഞാനം, നല്ലതും ചീത്തയും എന്താണെന്ന് തിരിച്ചറിയാൻ തക്ക വിധം ഉള്ള യഥാർത്ഥ ജ്ഞാനം ലഭിക്കുന്നത് ക്രിസ്തുവിനെ നേടുമ്പോഴാണ്. അപ്പം ലോകം പറയും നീ ഭോഷനാണ്, പക്ഷേ സ്വർഗം കൈയടിക്കും. സോ do not deceive yourselves. If you think that you are wise in this age, you should become fools so that you may become wise. Amen.